ചെറുതോണി മണിയാറൻകുടി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. പാലം പുനർനിർമ്മിക്കണമെന്നും ചെറുതോണി മണിയാറൻകുടി റോഡ് BM&BC നിലവാരത്തിൽ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ചെറുതോണി മണിയാറൻകുടി റോഡിലെ യാത്രാ ദുരിതം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. ജല അതോറിറ്റിയും ജലവിഭവ വകുപ്പും വിവിധ പ്രവർത്തികൾക്കായി റോഡരികിലെത്തുന്ന കുഴികൾ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പരാതി. റോഡ് സൈഡിൽ ജലവിഭവ വകുപ്പ് എടുത്തിരിക്കുന്ന കുഴികളിൽ നിന്ന് മഴക്കാലത്ത് ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് വാഹനയാത്ര അപകടകരമാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പല ഭാഗങ്ങളിലും റോഡിന്റെ വീതി കുറയുകയും വഴുക്കൻ വർദ്ധിക്കുകയും ചെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ ദുരിതം നേരിടുകയാണ്. ചെറുതോണി മണിയാറൻകുടി റോഡിൽ ഐറിഷ് റോഡുകൾ പോലും ഇല്ല. ഇതുമൂലം വെള്ളം പൂർണ്ണമായും ഒഴുകുന്നത് റോഡിലൂടെയാണ്. മാത്രമല്ല 40 വർഷം പഴക്കമുള്ള ഞാവൽ ചുവട് പാലത്തിന്റെ ശോചനീയാവസ്ഥയും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ചെട്ടുമാട്ട് കവല റോഡിൽ നിന്നും വഞ്ചിക്കവല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഈ പാലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മഴ ശക്തമാകുമ്പോൾ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും യാത്ര അപകടകരമാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. പെരുങ്കാല, പകിട്ടാൻ, മുക്കണ്ണൻകുടി തോടുകളിലെ വെള്ളം ഒരുമിച്ച് ഈ പാലത്തിന് താഴെയിലൂടെയാണ് ഒഴുകുന്നത്. അതിനാൽ വലിയ ജലപ്രവാഹമുള്ള മേഖലയായ ഇവിടെ നിലവിലെ പാലം സുരക്ഷാ ഭീഷണിയാണെന്നും അടിയന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരു പാലം, ആ പാലത്തിൻ്റെ അടി എന്ന് പറയുന്നത് അതിയായ ഭീകരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കൂടെ വാഹനങ്ങൾ വരുന്നതിന് വളരെ വീതി കുറഞ്ഞ ഒരു വഴിയാണ്. അതിപ്പം ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും കൂടെ കൂടി എടുത്തു കഴിഞ്ഞപ്പം അത് വന്ന് നിറഞ്ഞ് കെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ മണിയാറൻകുടി റോഡിലെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പം ഈ വെള്ളക്കെട്ടും ഈ ഇത് പൊളിച്ചിട്ടേക്കുന്ന പ്രശ്നങ്ങളും കാരണം ജനങ്ങൾക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു രീതിയിലും ഒരു മുന്നണികളും വന്നതിന് ശേഷം ഈ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ മുന്നണികളും മാറി മാറി വന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതല്ലാണ്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി സന്ദർശിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് ജനദ്രോഹ വകുപ്പ് പോലെ പ്രവർത്തിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് പോലും നടപടികൾ സ്വീകരിക്കാതെയാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ജലവിഭവ വകുപ്പ് ജനദ്രോഹ വകുപ്പായി മാറ്റി ജലവിഭവ വകുപ്പിനെ ഒരു ജനക്ഷേമ വകുപ്പാക്കി മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം ഉണ്ടാവും. തീഷ്ണമായ ശ്രമത്തിലൂടെ നടത്തിയെടുക്കാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുതോണി മണിയാറൻകുടി റോഡ് സമഗ്രമായി അറ്റകുറ്റപ്പണി നടത്തി BM&BC നിലവാരത്തിൽ നവീകരിച്ചാൽ മാത്രമേ വർഷങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. സിറ്റി വിഷൻ, ഇടുക്കി.